ഇന്ന് നമ്മളൊരു മൂന്നാർ യാത്ര പോവാണ്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി ഉണ്ട്. അവരെയും വീട്ടിൽ ചെന്ന് കൂട്ടിയിട്ട് വേണം പോവാൻ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ആര്യഭവനിൽ നിന്നും ദോശ കഴിച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്തു. സുൽത്താൻ വലിയ കാര്യത്തിൽ കഴിക്കുന്നുണ്ട്, പക്ഷെ വെറും പ്രഹസനം മാത്രമാണ്, അവനൊന്നും കഴിക്കാറില്ല. അവൻ കഴിക്കത്തുമില്ല. പകുതി എത്തുമ്പോൾ ഫുള്ള് ബഹളവും വയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. ഏറ്റവും കൂടുതൽ യാത്രയിൽ തണ്ണിമത്തനൊക്കെ ആയിരിക്കും കഴിക്കാൻ വാങ്ങിക്കുന്നത്. അത് കഴിച്ചിട്ടുള്ള അവന്റെ ബഹളമാണ് ഈ കാണുന്നത്. കളി കഴിഞ്ഞതും എൻ്റെ ദേഹം മൊത്തവും അവൻ ഛർദ്ദിച്ചെന്നൊഴിച്ചു. പാലുകുടിയാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് ബാക്കിൽ നിന്ന് തുള്ളിയത് കൊണ്ട് കവിട്ടി ഡ്രസ്സ് മാറി ഉറക്കുകയായി. നെടുങ്കണ്ടം വരെ ഞങ്ങൾ പോയത് കറക്റ്റായിരുന്നു. പിന്നീട് ഫുള്ള് വഴിയൊക്കെ തെറ്റി ആകെ സുൽത്താൻ കരച്ചിലും ബഹളവുമായി. ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ മൂന്നാർ എത്തിയത്. അതും ഫുള്ള് മഴയായിരുന്നു. പക്ഷെ ക്ലൈമറ്റ് ഓക്കെയാണ്, നല്ല തണുപ്പായിരുന്നു. സുൽത്താൻ എന്തേലും കാണാന്ന് പറഞ്ഞിറങ്ങിയതും രാത്രിയും ആയിപ്പോയി. വേറെ എങ്ങോട്ടേക്കും പോകാൻ പറ്റാത്തത് കൊണ്ട് നേരെ ടൗണിലേക്ക് ഇറങ്ങി. ജസ്റ്റ് അവിടേക്ക് ഇങ്ങനെ ഷോപ്പുകളൊക്കെ ഇങ്ങനെ കയറി നോക്കി, സാധനങ്ങളൊക്കെ വാങ്ങി നേരെ റൂമിൽ വന്ന് കിടന്നു. ഇതാണ് ഞങ്ങളുടെ റൂം. രാവിലെ തന്നെ എഴുന്നേക്കുക, വട്ടവടക്കി വിടണമെന്നും പറഞ്ഞിട്ട്. ടൗണിൽ തന്നെ ഉള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. തണുപ്പായതുകൊണ്ട് സുൽത്താൻ നല്ല പുതച്ച് മൂടിക്കിടന്നുറങ്ങുകയാണ്. ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ഇതാണ്. 5 മണിന്ന് പറഞ്ഞിട്ട് 7 മണിയായിട്ട് ഞങ്ങൾ പോയില്ല. പക്ഷെ വ്യൂവും കാര്യങ്ങളും കൊള്ളാം. വെയിലും ഉറച്ചിട്ടുണ്ട്. ഈ തണുപ്പത്ത് നടന്നു പോകുന്നത് രാവിലെ ചായ കുടിക്കണമെന്നും പറഞ്ഞിട്ടാ. ഇക്കാടെ ഓട്ടം കണ്ടില്ലേ? ചായയും കുടിച്ചു. സുൽത്താൻ അവിടുന്ന് 2 ഇഡ്ഡലിയും വാങ്ങി. സുൽത്താൻ ഈ തണുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കോടയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഡാമിൽ വെള്ളമൊന്നുമില്ല, ഫുള്ളും തുറന്നു വിട്ടേക്കാണ്. ഈ കൂക്കിരെന്തോ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നേ? അലാറം അടിക്കുന്ന പോലെയാണ്. സുൽത്താൻ ഇടയ്ക്കിടയ്ക്ക് കരയും, ബഹളം വെക്കും, പിന്നെ ചിരിക്കും. ഒരുപാട് തവണ വട്ടവട വന്നെങ്കിലും ഒരു മൃഗത്തെ പോലും ഇതുവരെയും കാണാൻ പറ്റിയില്ല. മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ ഇടുന്ന കാണാം, കാട്ടുപോത്തിൻ്റെ, ആനയുടെയൊക്കെ. എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങൾ മാത്രം വരുമ്പോൾ ഒന്നും കാണത്തില്ല. വട്ടവടയിൽ നിന്നും ഫുഡ് കഴിച്ചു. പിന്നീട് ഞങ്ങളൊരു ജീപ്പ് സഫാരി ബുക്ക് ചെയ്തു. ആദ്യമായിട്ടാണ് ജീപ്പിൽ ഇങ്ങനെ പോകാൻ പോകുന്നത്. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. സ്ട്രോബെറി ഫാമിൽ നിന്നും കുറച്ച് സ്ട്രോബെറീസ് ഒക്കെ വാങ്ങി. നോർമലി വരുമ്പോൾ ടോപ്പ് വ്യൂ ഒന്നും കാണാറില്ല, ജസ്റ്റ് വെള്ളച്ചാട്ടവും കണ്ടിട്ട് പോവാറാണ്. കുഞ്ഞു മക്കൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അവരാദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. തിരികെ വരുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട ഒരു മരമാണത്. ഒരു പിങ്കിഷ് കളറിൽ കുഞ്ഞി പൂക്കളാണേ ഉള്ളത്. എന്ത് മരമാണ് എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പോയതിൽ പകുതി വ്യൂസും ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം അതേപോലായിരുന്നു സുൽത്താൻ്റെ ബഹളം. അതുമാത്രമല്ല, ഛർദിലും ആകെ ബഹളമായി. ഞങ്ങളുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.